ഹലോ അസ്സലാമു അലൈക്കും. റമദാൻ 1 വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. വീഡിയോ മുഴുവനായിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കട്ടോ. ഇഷ്ടമാവുന്നവർ ഒന്ന് കമൻറ്റും കൂടി ചെയ്യുക. അപ്പോൾ പലച്ചക്ക് കഴുകി വെച്ചിട്ടുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്തു വെക്കണം ആദ്യം തന്നെ ചെയ്യണത്. പിന്നെ നമ്മൾ നേരിട്ട് ഇനിയിപ്പോൾ ചായയും കടീൻ്റെ പരിപാടിയൊന്നും ഇല്ലല്ലോ ഇപ്പോൾ ഒരു മാസത്തേക്ക്. അപ്പോൾ അതുകൊണ്ട് വേഗം തന്നെ കറികളും കാര്യങ്ങളും റെഡിയാക്കുകയാണ്. സച്ചുവിന് കുറച്ച് ചോറോടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ കറിയിട്ടൊന്നുമില്ല. ഐശുവിൻ്റെ മുടിയൊന്ന് കെട്ടി വെച്ച് കൊടുക്കുകയാണ്. ഇത് ഇങ്ങനെ നടക്കും കേട്ടോ, ഇഷ്ടംപോലെ മുടിയുണ്ട്. അപ്പോൾ അത് ഒതുക്കിയിട്ടില്ലെങ്കിൽ പിന്നെ എനിക്ക് തന്നെ പണിയാവും. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അടുപ്പിൽ കറി വെക്കാമെന്ന് കരുതി. കുറേ ആയി അടുപ്പ് കത്തിച്ചിട്ടോ. അപ്പോൾ ഇടയ്ക്ക് അടുപ്പ് വീട്ടിൽ നമ്മൾ കത്തിക്കണത് നല്ലതാണ്. അപ്പോൾ ചിക്കനാണത് കറിക്ക് കിട്ടിയിട്ടുള്ളത്. അതിൽ തക്കാളി, ഉള്ളി, മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ട് അടുപ്പിൽ വെച്ചു. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, സവാള, കറിവേപ്പിൻ്റെ ഇല, വലിയ ജീരകം ഇതൊക്കെ കൂടെ മിക്സിയിൽ അരച്ചിട്ട് കുറച്ച് ഉപ്പ് ഇട്ടു, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അത്രേ ഉള്ളൂ ഞാൻ കറിയിലിടൽ. ഇത് നമ്മൾ തേങ്ങ വറുത്തരച്ച് വെക്കാനുള്ള കറി കേട്ടോ. പിന്നെ വേഗം തന്നെ അലക്കാനുള്ള കാര്യങ്ങൾ നോക്കുകയാണ്. ഞാൻ ഈയിടെയായിട്ട് വാങ്ങിയിട്ടുള്ളൊരു ലിക്വിഡ് ഡിറ്റർജൻ്റാണ് കേട്ടോ. ഇത് അടിപൊളി സാധനമാണ്. നമ്മൾ സച്ചുവിൻ്റെ മൂത്രമൊക്കെ ഉള്ള തുണികളൊക്കെ ഇട്ടാലേ എന്താ സ്മെല്ല് എന്നറിയോ. ശരിക്കും സോപ്പ് പൊടി ഉപയോഗിച്ചാൽ എനിക്ക് അത്രയ്ക്ക് റിസൾട്ട് കിട്ടില്ല കേട്ടോ. നമുക്ക് തുണികൾ അലക്കിയിട്ടാലും ഭയങ്കര വാസനയാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഡോക്ടർ വാഷിൻ്റെ ഒരു പ്രോഡക്റ്റ് തന്നെ കേട്ടോ. വി വാഷ് എന്നാണ്. 5 ലിറ്ററിന് ഓഫറിൽ നമ്മൾ മേലാറ്റൂർ ജാംജൂമെന്ന് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ അല്ലെങ്കിൽ സാധാരണ ഷോപ്പിലുണ്ടാവും തോന്നുന്നുണ്ട്. നല്ല സാധനമാണ് കേട്ടോ. ഇതൊരു പ്രോഡക്റ്റ് റിവ്യൂ എന്നല്ല, ഞാനിപ്പം 2 പ്രാവശ്യമായിട്ട് ഉപയോഗിച്ചതിൻ്റെ റിസൾട്ടാണ് നിങ്ങളടുത്ത് പറയാം കേട്ടോ. ഇവരുമായിട്ട് എനിക്ക് യാതൊരു ബന്ധമില്ല. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസം നോമ്പിൻ്റെ തലേ ദിവസം ഒരു ചക്ക കിട്ടിയിട്ടുണ്ട്. ഇതിപ്പം നോമ്പായതുകൊണ്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യാമെന്നറിയില്ല. ഏതായാലും പഴുക്കട്ടെ കേട്ടോ. അതായത് പച്ചമന്ന് വിട്ടുകയും ചെയ്തിട്ട് പഴുത്തിട്ടുണ്ടാവില്ല. അപ്പോൾ അതവിടെ എടുത്ത് വെച്ചു. അടുക്കളൊക്കെ കറി വെച്ചതിന് ശേഷം ഒന്ന് ക്ലീൻ ചെയ്തു കേട്ടോ. ഒന്ന് തുടച്ചിട്ടു. ക്ലീനിങ്ങൊക്കെ ഭക്ഷണം കഴിച്ച പാടന്നെ കഴിഞ്ഞുകൊണ്ട് പിന്നെ അങ്ങനെ വലിയതായിട്ട് ക്ലീൻ ചെയ്യാനൊന്നുമില്ല. പിന്നെ അടുപ്പിലുള്ള കറി അങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ തേങ്ങ പൊളിക്കണം, ചിരകണം. നമ്മൾ നോമ്പാണ് വിചാരിച്ചിട്ട് ഒരുപാട് ഫുഡൊന്നും ഉണ്ടാക്കണില്ല കേട്ടോ. ഞാൻ യൂട്യൂബിലേക്ക് ഫസ്റ്റ് വരുമ്പോൾ എൻ്റെ ധാരണ കുറേ കുക്ക് ചെയ്യണം, കുറേ സാധനങ്ങൾ കാണിക്കണം, എന്നാലേ യൂട്യൂബിൽ റീച്ച് കിട്ടുള്ളൂ, അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. എന്നിട്ട് വലിച്ച് വാരി കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് വയറ് നിറയാനുള്ളത് മതി. പിന്നെ ഇതൊന്നും കിട്ടാത്തവരും ഉണ്ടല്ലോ. അപ്പോൾ അവരെ മുന്നിൽ വെറുതെ ഷോ കാണിക്കണ്ട, അതും കൂടി ഉണ്ട് കേട്ടോ. പിന്നെന്താ, അപ്പം അങ്ങനെ എൻ്റെ പ്രിയപ്പെട്ട മൺചട്ടീൻ്റെ ഒരു കൈ പോയിട്ടുണ്ട് കേട്ടോ. സാരല്ല, എന്നാലും അതിൽ കുക്ക് ചെയ്യുക. എനിക്ക് ഒരുപാട് മൺചട്ടീൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നു. കുറേയൊക്കെ പൊട്ടിപ്പോയി, കുറച്ചൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. ഇനിയും കുറച്ചൊക്കെ കാണുമ്പോൾ ഞാൻ വാങ്ങിക്കും. പിന്നെ അതാ നമ്മുടെ തേങ്ങ ഒന്ന് സാധാരണ ഞാൻ നോമ്പാകുമ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്യലുണ്ട് കേട്ടോ. പക്ഷേ നോമ്പ് അടുപ്പിച്ചിട്ട് കുറച്ച് വയ്യായ്കൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യത്തെ നോമ്പിന് ഒരു പ്രിപ്പറേഷനും കാര്യമായിട്ട് ചെയ്ത് വെച്ചിട്ടില്ല. നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതേപോലെ തേങ്ങ വറുത്തിട്ട് വെക്കുക, പിന്നെ കുറച്ച് സ്നാക്കിനുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെക്കുക, അങ്ങനെയൊക്കെ ചെയ്യലുണ്ട്. അപ്പം നമ്മൾ തരിക്കഞ്ഞാണ് ഉണ്ടാക്കുന്നത്. അവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അതൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നോമ്പിൻ്റെ ആ ഒരു ക്ഷീണം നമുക്ക് വല്ലാതെ അറിയില്ല. ഇങ്ങനെ ജ്യൂസ്, അതേപോലെ തരി, ഇതൊക്കെ എല്ലാ വീട്ടിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ നെയ്യ് ഒഴിച്ചിട്ട് ഉള്ളി ഇട്ടിക്കണം, അതേപോലെ അണ്ടി മുന്തിരി ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് റാവി സേമിയയും കൂടി ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുകയാണ്. പിന്നെ തിളച്ച വെള്ളം ഒഴിക്കുക, നല്ലോണം തിളപ്പിക്കുക, മൂടി വെച്ചിട്ട് ഒരു ലേശം ഉപ്പിടുക. പിന്നെ നല്ലോണം വെന്ത് വന്നാൽ നമ്മൾ പാലൊഴിക്കുക. അത്രേ ഉള്ളൂ കേട്ടോ. ഏലക്ക പൊടിച്ചതൂടാ, ഈസിയാണ്. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളല്ല. അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ട് അങ്ങനെ റെസിപ്പിയൊന്നും കാണിച്ചിട്ടില്ല. പിന്നെ നമ്മളത് അങ്ങനെ പക്ക ഒരു കുക്കിംഗ് ചാനലൊന്നും അല്ല കേട്ടോ. മെയിനായിട്ട് ഞാനിതിൽ വ്ളോഗാണ്, ഡെയിലി ലൈഫാണ് ഇടുന്നത് കേട്ടോ. ഇഷ്ടമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അതാണ്. അപ്പോൾ ഒന്ന് ഇളക്കി ലൂസാക്കി. ഇനി നമ്മൾ കുടിക്കുന്ന സമയത്ത് ഇതൊന്നും കൂടി ടൈറ്റ് ആവും കേട്ടോ. അപ്പോൾ ഒന്ന് അടച്ചു വെച്ചു. ഇനിയിപ്പോൾ ഉള്ളത് എനിക്ക് നമുക്ക് ഈ പത്തിരി ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള പൊടിയൊക്കെ വാട്ടിയിട്ടെടുക്കണം. പൊടിപ്പിച്ചിട്ടൊന്നല്ല കേട്ടോ. നമ്മൾ മെഹറിൻ്റെ പൊടി വാങ്ങിക്കണം. ഞാൻ എല്ലാ പ്രാവശ്യം അങ്ങനെ ചെയ്യൽ. നല്ല പൊടിയാണ് കേട്ടോ അത്. പിന്നെ എനിക്ക് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ട്. പിന്നെ ഇങ്ങനെ നോമ്പ് കൂടി ആകുമ്പോഴേ പെട്ടെന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് കൂവല്ലേ, അത് കൂവേൻ്റെ പൗഡറാണ്, ഇത് വെള്ളത്തിൽ കലക്കിയിട്ടൊന്ന് വേവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനി മിക്സിയിൽ പാലും കൂട്ടിയിട്ട് അടിച്ചിട്ട് കുടിക്കൂട്ടോ. ഇതാണ് മിക്കവാറും നോമ്പ് അത്താഴത്തിന് നമ്മൾ കുടിക്കുക കേട്ടോ. അപ്പോൾ അതാകുമ്പോൾ കുറച്ചും കൂടി സുഖമാണ്. പിന്നെ ഷമാമ് ജ്യൂസാക്കിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ
സമൂസ ഉണ്ട്. ഇത് ഉമ്മ ഫില്ലിങ്സ് റെഡിയാക്കിയിട്ട് തന്നാണ് കേട്ടോ. പിന്നെ ഞാൻ അതിൻ്റെ ഷീറ്റിലൊന്ന് ഫില്ല് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് ഫില്ല് ചെയ്യാൻ നോക്കുമ്പോൾ എല്ലാവരും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. മക്കളൊക്കെ അവൾക്ക് അങ്ങനെ ചുറ്റാനൊന്നും അറിയില്ല, എന്നാലും ഞാനൊന്ന് കൊടുത്തിട്ടോ, ഒരാഗ്രഹമല്ലേ എന്ന് വിചാരിച്ചിട്ടേ അത് കൊളാക്കി തന്നു. പക്ഷേ കൊളാക്കിയാലും ഓളത് ചുറ്റാൻ മനസ്സ് കാണിച്ചല്ലോ, ഓളൊരാഗ്രഹം അവിടെ നടക്കട്ടെ എന്ന് കരുതി. പിന്നെ ബാക്കി എല്ലാവർക്കും അങ്ങനെ ഓവറായിട്ടൊന്നുമില്ല, കഴിക്കാൻ ആവശ്യത്തിന് 1, 2 ആ ഒരു രീതിക്ക് കുറച്ച് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. അത് മതി, അതന്നെ ഇഷ്ടം പോലെ ഉണ്ടാവും. പിന്നെ അപ്പോൾ ശാലു വന്നു, ഓനും ഒന്ന് ചുറ്റി തന്നിട്ട് പോയിട്ടോ. പിന്നെ ഇതാ അപ്പോൾ ഞാനതും കൂടിയും പൊരിച്ചെടുത്തു. ഫുഡായിട്ട് ഇപ്പോൾ ഇതൊക്കെ തന്നെയാണ്. ഇനി ഫ്രൂട്ട്സ് കട്ട് ചെയ്യാണ്ട് ഏകദേശം ഒരു 12:30 ആയപ്പോൾ അതൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ നിസ്കരിക്കുക അതൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ പണികൾ. പിന്നെ ക്ലീനിങ് ഞാൻ ഇന്ന് എടുത്തിട്ടില്ല. നമ്മൾ ഇന്നലെ വൈകുന്നേരം വരെ 4-4:30 വരെ ക്ലീനിങ്ങും കാര്യമൊക്കെ ആയിട്ട് അത്യാവശ്യം നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നില്ല, ഇനിയിപ്പോൾ നാളെ സ്കൂൾ ഉണ്ടാവുമല്ലോ, അപ്പോൾ പെലച്ചക്ക് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോൻ്റെ വിശേഷങ്ങൾ. ഇൻഷാ അല്ലാഹ് പറ്റണ പോലെയൊക്കെ വീഡിയോ ഇടുക, നിങ്ങളെ സപ്പോർട്ട് വേണം.